പുതിയ പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ദിവസത്തിൽ നമ്മെ കാത്തിരിക്കുന്ന, നമുക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ അവകാശമായി തീരുവാൻ നമ്മെ ജ്ഞാനത്തിലും ദൈവകൃപയിലും നടത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഒരു വലിയ മർമ്മമാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവം മനുഷ്യന് വേണ്ടി എന്തെല്ലാമാണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ കണ്ണ് തുറന്ന് കാണുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയം കലങ്ങാതെ ഇരിക്കുകയുള്ളൂ. ദൈവം നമ്മെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു? അല്പകാലം ഈ ലോകത്തിൽ ജീവിച്ച് നിത്യതയ്ക്ക് അവകാശികൾ ആകണം. നിത്യത എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പലപ്പോഴും ഈ ഭൗതിക സുഖങ്ങളുടെ ആലസ്യത്തിൽ നാം മറന്നു പോകുന്നുണ്ട്. ഈ ജീവിതത്തിന് അപ്പുറം ഒരു നിത്യത ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. ആ നിത്യതയിൽ ചെന്ന് ചേരുവാനുള്ള മാർഗങ്ങൾ, അതിനുള്ള വഴികൾ കർത്താവ് നമുക്ക് എല്ലാം കരുതിയിട്ടുണ്ട്. സകലത്തെയും പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ശേഷം മാത്രം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവിക കരുതലിൻ്റെയും ദൈവിക പദ്ധതിയുടെയും ആഴം നമ്മെ ഇതിലെ ഓർപ്പിക്കുന്നത്. അവൻ നമുക്കായിട്ട് കരുതി വച്ചിട്ടുണ്ട്. അതിനെ എടുത്ത് ഉപയോഗിച്ച് സ്തോത്രത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായിത്തീരുന്നു. എന്നാൽ ഹ്രസ്വദൃഷ്ടിയുള്ള മനുഷ്യൻ ഈ ഭൗതിക കാര്യങ്ങളിൽ മാത്രം ദൃഷ്ടി വെച്ച് നിത്യതയെ അവഗണിച്ചു കളയുന്നു. നിത്യതയ്ക്കായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഈ നിത്യത എപ്പോഴും ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ, ദൈവത്തിന് ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യനോടുകൂടെ സഹവാസം ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടാണല്ലോ ദൈവം ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവിക പദ്ധതിയിൽ നിന്നും വഴിമാറിപ്പോയ മനുഷ്യൻ വീണ്ടും ദൈവിക സംസർഗം ആഗ്രഹിക്കുന്നു. അതിനുള്ള സാധ്യത തുറന്നു തരുവാനാണ് ന്യായപ്രമാണ പ്രവാചകന്മാരെയൊക്കെ കർത്താവ് പിതാവായ ദൈവം ലോകത്തിന് നൽകിയത്. എന്നാൽ അതൊന്നും പര്യാപ്തമായിരുന്നില്ല. ഒടുവിൽ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിൽ ആരും നശിച്ചു പോകരുത് എന്നുള്ള ആ ഉദ്ദേശത്തിൽ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചു. തൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 1:18. മടിയിലിരിക്കുന്ന പുത്രൻ മാത്രമേ പിതാവായ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ലോകത്തിന് അവനെ വെളിപ്പെടുത്തുവാനായിട്ട് കഴിയും. ഇന്നും ഈ മർമ്മം നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ
ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ, ദൈവത്തെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ആ മാഹാത്മ്യം മനസ്സിലാക്കി കൊടുക്കുവാൻ, പിതാവിനോടുള്ള സംസർഗത്തിൽ കഴിയുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ അതിന് പ്രാപ്തിയുള്ളൂ. ആരും നശിച്ചു പോകരുത്. അതാണ് പിതാവിൻ്റെ ആഗ്രഹം. ഇന്നും ഓരോ ദൈവവേലക്കാരനെയും ലോകത്തിൽ ആക്കിയിരിക്കുന്നത് ഈ ഉദ്ദേശത്തോടു കൂടിയാണ്. അത് സാധ്യമാകണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് ആവശ്യമായിരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം, സൗമ്യത, വാത്സല്യം, ദീർഘക്ഷമ, ഇതൊക്കെയും ഒരു സുവിശേഷകന് ആവശ്യമായിരിക്കുന്ന സ്വഭാവ വിശേഷങ്ങളാണ്. കർത്താവ് ഈ ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം ജീവിക്കേണ്ടവരല്ല, ഇതിനപ്പുറം ഒരു ലോകം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഇത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനാണ് യേശു കർത്താവ് മനുഷ്യനായി അവതരിച്ച് മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചത്. ഇത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ലോക മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായ കാര്യമാണ്. മനുഷ്യൻ പ്രാപഞ്ചിക ചിന്തയാൽ നിറയുന്ന ഒരു സ്വഭാവമുള്ളവനാണ്. ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, നിത്യമായ ജീവൻ അവകാശമാക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് ഉറപ്പുള്ളൊരു ഹൃദയമാണ് ആവശ്യം. ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ, ദൈവത്തെ വിട്ട് ജീവിക്കുവാൻ, ദൈവകൽപ്പനകളെ ഉപേക്ഷയായി വിചാരിക്കാതെ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയും നമ്മെ അതിനായി വിളിക്കുകയും ചെയ്യുന്നു. നാം ആചരിച്ചു പോരേണ്ട കൽപ്പനകളൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഭവനത്തിൽ നാം ആചരിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ വ്യക്തിപരമായി നമ്മോട് തന്നെ വിശ്വസ്തത എങ്ങനെ പുലർത്തണം, ചുറ്റുപാടുമുള്ള ജനങ്ങളോടുള്ള വിശ്വസ്തത എങ്ങനെ പുലർത്തണം, പ്രപഞ്ചത്തോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ കാത്തു സൂക്ഷിക്കണം, ഇവയൊക്കെയും ദൈവം തൻ്റെ വചനത്തിൽ കൂടെ, പ്രവാചകന്മാരിൽ കൂടിയും തൻ്റെ ഭക്തരിൽ കൂടിയും ഒക്കെയും ദൈവം മനുഷ്യനെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് ഇവിടെ വളരെ നിശ്ചയമായി വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അവയൊക്കെയും നിങ്ങൾക്ക് വേണ്ടി കൂടെയുള്ളതാണ്. അവിടെ ജീവിക്കുവാൻ, നിത്യമായ സന്തോഷത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. അതിനുള്ള ഒരുക്കം, അവിടെ എത്തിച്ചേരുവാനുള്ള ഒരുക്കം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും ഞാൻ വരും നിങ്ങളെ ചേർക്കുവാനായിട്ട്. ഞാൻ വന്ന് നിങ്ങളെ ചേർക്കാതെ നിങ്ങൾക്ക് അവിടെ എത്തുവാൻ കഴിയുകയില്ല. സ്വന്തം പ്രയത്നം കൊണ്ട്, സ്വന്തം നീതീകരണം കൊണ്ട്, ആത്മസംതൃപ്തി കൊണ്ട് ഒന്നും ദൈവരാജ്യത്തിൽ ചെന്ന് ചേരുവാൻ ആർക്കും സാധ്യമല്ല. അങ്ങ് ദൈവത്തിങ്കലേക്കുള്ള വഴി നമ്മുടെ കർത്താവ് തന്നെയാണ്. കർത്താവ്
സ്വർഗത്തിൻ്റെ സർവസുഖവും നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു കർത്താവാണ്. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ, പിതാവിൻ്റെ വാത്സല്യത്തിൽ ഇരിക്കുന്ന പുത്രൻ, പിതാവിൻ്റെ രാജ്യം കെട്ടിപ്പടുക്കുവാൻ പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന പുത്രൻ. ആ ഒരു സ്വഭാവമാണ് നമ്മൾ കർത്താവിൽ കാണുന്നത്. പിതാവിൻ്റെ മടിയിലിരുന്ന് പിതാവിൻ്റെ വാത്സല്യം അനുഭവിക്കുന്ന ദൈവപുത്രനാണ് പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ലോകത്തിലേക്ക് വന്ന് കഷ്ടതയും പട്ടിണിയും പരിമിതികളും എതിർപ്പുകളും എല്ലാം അനുഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഈ എതിർപ്പുകളെയും പരിമിതികളെയും ഒക്കെയും അതിജീവിക്കുവാൻ നമ്മുടെ കർത്താവിന് സാധിച്ചത് താൻ ആരാണ് എന്നുള്ള ഉത്തമ ബോധ്യമാണ്. താൻ ദൈവപുത്രനാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം കർത്താവിന് ഉണ്ടായിരുന്നു. ആ ബോധ്യം തന്നെ തൻ്റെ ജീവിത പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിച്ചു. അവൻ കാറ്റിനാൽ ഉലയുന്ന ഓട അല്ലായിരുന്നു. താൻ പിതാവിന് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുവാൻ ബദ്ധശ്രദ്ധനായിരുന്നു. അവൻ്റെ ദൗത്യം, കർത്താവിൻ്റെ ദൗത്യം, ജനങ്ങളെ നിത്യതയെക്കുറിച്ച് ബോധമുള്ളവരാക്കുക. അവിടെ പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലമുണ്ട്. അത് എല്ലാം പൂർത്തിയായ ശേഷം കർത്താവ് തന്നെ വന്ന് വീണ്ടും വന്ന് മനുഷ്യരെ ചേർത്തു. എന്നാൽ മനുഷ്യൻ്റെ ലളിത ബുദ്ധിയിൽ മനുഷ്യൻ ഇന്നിന്ന സൽപ്രവൃത്തി ചെയ്താൽ താൻ നിത്യതയിൽ പ്രവേശിക്കും എന്ന് തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ന്യായവാദം ചെയ്യുന്ന ഭക്തരെന്ന് അഭിമാനിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. നമ്മുടെ സങ്കല്പത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ മതിയാകും എന്ന് നമുക്കെയും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുക. ആ പ്രവൃത്തികളെയൊക്കെയും നിരത്തി വെച്ചുകൊണ്ടാണ് അന്ത്യവിധിയിങ്കൽ കർത്താവിനോട് തൻ്റെ ഭക്തരെന്ന് അഭിമാനിക്കുന്ന ആളുകൾ പറയുന്നത്, ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെയും ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു, നിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിൻ്റെ നാമത്തിൽ അത് ചെയ്തു, നിൻ്റെ നാമത്തിൽ ഇത് ചെയ്തു. അവർ ചെയ്തതിൻ്റെ പട്ടികകൾ ദൈവസന്നിധിയെ നിരത്തി വയ്ക്കുവാൻ ധാരാളം അവർക്ക് ഉണ്ടായിരുന്നു. കർത്താവ് പറയുകയാണ്, അവയൊന്നും സ്വർഗരാജ്യത്തിൽ കയറുവാൻ പര്യാപ്തമല്ല. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവ് തറപ്പിച്ച് പറയുകയാണ്. തുടർന്ന് അവർ വാദിക്കുന്നത് 27-ാം അധ്യായം 22 മുതലുള്ള വാക്യത്തിൽ പറയുകയാണ്, കർത്താവെ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ
പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. നിത്യരാജ്യത്തിൽ പ്രവേശിക്കുവാൻ പര്യാപ്തമായ പ്രവൃത്തികളാണ് ഇവയൊക്കെ എന്ന് കരുതി സ്വയസംതൃപ്തിയെ കഴിയുന്ന ഭക്തജനങ്ങൾ. കർത്താവ് അവരോട് പ്രതിവചിക്കുന്നത് 23-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കർത്താവിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് കരുതി തങ്ങൾ ജീവിതകാലം മുഴുവനും ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ, അവയെക്കുറിച്ച് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അവരെ സംബോധന ചെയ്യുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. നിങ്ങൾ ചെയ്തതൊക്കെയും അധർമ്മമാണ്, അനീതിയാണ്. നിങ്ങളുടെ പ്രവർത്തനം മുഴുവൻ അനീതിയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അന്തസ്സത്ത ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിക്കുന്ന ഇടങ്ങളിൽ സമാധാനം പുലർത്തി, സമാധാനം സ്ഥാപിച്ച് എല്ലാവരോടും സമാധാനമായിരുന്ന് ജീവിക്കുമ്പോൾ ആ സമാധാനം അനുഭവിക്കുവാൻ ഈ ലോകത്തിന് അപ്പുറമായുള്ള ജീവിതത്തിലും ആ സമാധാനത്തിൽ തുടരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപ്തരാക്കേണ്ടതിന് നമുക്ക് ആവശ്യമായ ജ്ഞാനവും വിവേകവും ദൈവകൃപയും പരിജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക.